1522 സെപ്റ്റംബർ 6 സ്പെയിനിലെ സാൻ ലൂക്കാര ദെ ബർമേദ തുറമുഖത്ത് വന്ന ചെറുകപ്പൽ വിക്ടോറിയയെ കണ്ടപ്പോൾ ജനക്കൂട്ടം ആശ്ചര്യത്തോടെ കണ്ണുകൾ ഉറച്ചു നിന്നു. പുറപ്പെടുമ്പോൾ 5 കപ്പലുകളും 270 പുരുഷന്മാരും ഉണ്ടായിരുന്ന മഹാപ്രയാണത്തിൽ നിന്നും ജീവിച്ചെത്തിയത് വെറും 18 പേരും ഏകമായി ബാക്കി നിന്നൊരു കപ്പലും മാത്രം. പക്ഷേ ആ കപ്പലിന്റെ കഥ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറെ പ്രകാശിക്കുന്ന ഒന്നാണ്. ഈ യാത്രയുടെ നായകൻ പോർച്ചുഗീസുകാരനായ ഫ്രെഡിനാൻഡ് മഗല്ലൻ ആയിരുന്നു. 1519 സെപ്റ്റംബർ 20 സ്പെയിൻ രാജാവ് ചാൾസ് ഒന്നാമന്റെ അനുഗ്രഹത്തോടെ 5 കപ്പലുകളും വലിയൊരു സംഘവുമായി യാത്ര തിരിച്ചു. ലക്ഷ്യം പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന സ്പൈസ് ദ്വീപുകളിലേക്കുള്ള പുതിയ പടിഞ്ഞാറൻ കടൽപാത കണ്ടെത്തുകയായിരുന്നു. അത് യൂറോപ്യൻ ശക്തികളെ വ്യാപാരത്തിലും അധികാരത്തിലും മുന്നിലെത്തിക്കുന്ന ഒരു ചരിത്രപരമായ ശ്രമമായിരുന്നു. അദ്ദേഹവും സംഘവും അറ്റ്ലാന്റിക് കടന്ന് 1520 നവംബർ 1 പിന്നീട് മഗല്ലാന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ട്രെയ്റ്റ് ഓഫ് മഗല്ലാൻ വഴിയെ കടന്നുപോയി. അതിനുശേഷം അവർ പ്രവേശിച്ചത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിശാല സമുദ്രത്തിലേക്കായിരുന്നു. മഗല്ലൻ അതിന് പേരിട്ടത് മാർ പസഫിക്കോ അഥവാ ശാന്തസമുദ്രം എന്നായിരുന്നു. എന്നാൽ യാത്ര ശാന്തമായിരുന്നില്ല. 98 ദിവസം നീണ്ട കടൽ യാത്രയിൽ വിശപ്പും രോഗങ്ങളും മരണം വരെ എത്തിച്ച കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. അവസാനം അവർ എത്തിയത് ഫിലിപ്പീൻസിലെ ദ്വീപുകളിലേക്കായിരുന്നു.